കൊടും കാറ്റിലും പേമാരിയിലും തണുത്തുറഞ്ഞ മനസ്സുമായി മേയർ ടോം ലോഫ്റ്റിസ് പോവുകയാണ് പ്രായമായ റൂത്തിന്റെ വീട്ടിലേക്ക്. അവരെ കൊന്ന് ഈ ദ്വീപിന്റെ ശാപം ഇല്ലാതാക്കാൻ. സോ ഹലോ ലവ്ലീസ്, വി ആർ അറ്റ് ദ ഫിനിഷിംഗ് പോയിന്റ് നൗ. സർപ്രൈസിംഗ്ലി ഹിറ്റായ വിഡോസ് ബേ എന്ന ഈ രസകരമായ സീരീസിന്റെ 1ാം സീസന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ശരിക്കും ഉദ്യോഗജനകവും ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട കാഴ്ചകളുമാണ് ഇനി അങ്ങോട്ട്. ലോഫ്റ്റിസ് റൂത്തിന്റെ വീട്ടിലേക്ക് എത്തും മുന്നേ അവിടെ മെഡിക്കൽ റെക്കോർഡ്സ് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിരുന്നു. അതും ഈ ടോം ഉണ്ടല്ലോ, ക്യാൻസർ ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണെന്നോ, റൂത്തിന് ക്യാൻസറോ അതുപോലെ ജീവനെടുക്കുന്ന മറ്റെന്തെങ്കിലും അസുഖമോ ഉണ്ടെങ്കിൽ താൻ അവരെ കൊല്ലാൻ പോകുന്നതിനെ ഒരു മേഴ്സി കില്ലിംഗായി സ്വയം ന്യായീകരിക്കാമല്ലോ എന്ന ചിന്തയിലാണത്. ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി അവരെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഇതിനകം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ടോമിന് അത്രയും കുറ്റബോധം തോന്നില്ലല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ റൂത്തിനങ്ങനെ മാരകമായ യാതൊരു അസുഖങ്ങളും ഇല്ലായിരുന്നു. അവർക്കാകെയുള്ളത് സന്ധിവേദന മാത്രമാണ്. അതിൻ്റെ കുറിപ്പടി പ്രകാരം അവർക്ക് 6 മണിക്കൂർ ഇടവിട്ട് 10 മില്ലിഗ്രാം ഓക്സികോഡോൺ എന്ന മരുന്ന് കഴിക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം ഡയസെപ്പാം എന്ന മറ്റൊരു മരുന്ന് കഴിക്കുന്നത് നിർത്തിയിട്ടേ ഇത് തുടങ്ങാവുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ മോർഗൻ കർശനമായി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും ആ മരുന്ന് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കരുത്. അങ്ങനെ കനത്ത മഴയിലൂടെ ടോം റൂത്തിന്റെ വീടിനടുത്തേക്ക് എത്തുമ്പോൾ വാക്കി ടോക്കിലൂടെ പട്രീഷ്യ കക്ഷിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ആ പ്രായമായ സ്ത്രീയെ കൊല്ലുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. എന്നാൽ വിക്ക് കുറച്ച് ദൂരെയൊന്നും പറയുന്നതും കേൾക്കാം. എൻ്റെ പൊന്നടാവേ, നീ അത് ചെയ്തേ തീരൂ. ടോം പട്രീഷ്യയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ല. ഇവാനെയും ഷെൽട്ടറിലുള്ള മറ്റാളുകളെയും സുരക്ഷിതമായി നോക്കാൻ മാത്രം പട്രീഷ്യയോട് പറഞ്ഞിട്ട് അവൻ വാക്കി ടോക്കി ഓഫാക്കുന്നു. അങ്ങനെ സ്വീറ്റ് വെൽക്കമും കണ്ട് ഉള്ളിലേക്ക് റൂത്തിനെ വിളിച്ച് കയറുമ്പോൾ അനക്കമില്ല. മെല്ലെ നടക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു അണപ്പ്. തല ട്രെഡ്മില്ലായിരുന്നു. ടോമിനെ കണ്ടതും റൂത്തിന് വലിയ സന്തോഷം. തന്നെ ഷെൽട്ടറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അവൻ വന്നിരിക്കുന്നതെന്നാണ് അവർ കരുതിയത്. ഈ വലിയ കൊടുങ്കാറ്റിലും മേയർ തന്നെ മറന്നില്ലല്ലോ എന്നോർത്തവർ സ്നേഹത്തോടെ സംസാരിച്ച് വേഗത്തിൽ തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ കൊടുങ്കാറ്റിനിടയ്ക്ക് വെള്ളം കയറിയ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് അപകടമാണെന്നും അതിനാൽ നമുക്കിവിടെ തന്നെ തങ്ങാമെന്നും ടോം അവരോട് പറയുന്നു. നനഞ്ഞു കുതിർന്നു വന്ന ടോമിന് തോർത്താനൊരു ടവലെടുക്കാനായി അവർ അകത്തേക്ക് പോയി. ആ സമയത്തും അവർക്കാകെ വിഷമം തൻ്റെ മുറ്റത്തെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചായിരുന്നു. ഈ കൊടുങ്കാറ്റിൽ അവയെല്ലാം നശിച്ചു പോകുമോ എന്ന് റൂത്ത് പറയുന്നു. എന്നാൽ ഒന്നുമില്ലെന്ന് ടോം അവരെ ആശ്വസിപ്പിച്ചു. കാരണം അയാൾ വന്നിരിക്കുന്നത് റൂത്തിനെ തന്നെ തീർക്കാനാണ്. അങ്ങനെ കിച്ചണിലിരിക്കുന്ന സമയത്ത് ടോം അവിടെ ഫ്രിഡ്ജിലേക്ക് നോക്കി. അവിടെ ഒരു കലണ്ടർ തൂക്കിയിട്ടിരുന്നു. അതിനടുത്ത് തന്നെ ഇവാൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. പക്ഷേ ടോം അത് ശ്രദ്ധിച്ചതേ ഇല്ല. ഈ മേയർക്ക് ബിസിയാണേ ഇവാനെ തെങ്ങനെ ഏൽപ്പിക്കുന്നത് ഇവിടെയല്ലേ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആ കലണ്ടറിൽ മുഴുവൻ അവർ വരും ദിവസങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതി നിറച്ചിരുന്നു. അതിനർത്ഥം ആ പ്രായത്തിലും എത്ര ആക്റ്റീവ് ആയിരുന്നെന്നും ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെന്നുമാണ്. ഇതെല്ലാം കണ്ട ടോമിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അവനവിടെ നിന്നും മാറി ബാത്റൂമിലേക്ക് പോയി. ഇവാൻ എങ്ങനെയുണ്ടെന്നറിയാൻ പട്രീഷ്യയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. റൂത്തിനെ കൊല്ലാൻ ടോമിന് ശരിക്കും ധൈര്യം ചോർന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇവാൻ എങ്ങനെയുണ്ടെന്നറിയാൻ ശ്രമിക്കുന്നതും താനിതൊക്കെ ചെയ്യുന്നത് തൻ്റെ മകന് വേണ്ടിയാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നതും. എന്നാൽ ബാത്റൂമിൽ വെച്ച് പട്രീഷ്യയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ വെച്ച് 2 മരുന്നുകുപ്പികൾ കണ്ടു. ഒന്ന് ഡയസെപ്പാം, മറ്റൊന്ന് രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന അംലോഡിപൈൻ. ടോം ആ 2 കുപ്പികളും തൻ്റെ പോക്കറ്റിലാക്കി രണ്ടും കൽപ്പിച്ചിറങ്ങുവാണ്. ഇന്നേരം ഷെൽട്ടറിലേക്ക് നോക്കിയാൽ അവിടെ ആളുകൾക്കിടയിൽ ആശങ്കയുടെ ബഹളവും. പുറത്ത് ഭയാനകമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷെൽട്ടറിനുള്ളിൽ ആകപ്പാടെ ഒരുതരം ഭയം തളം കെട്ടി നിൽക്കുകയാണ്. പട്രീഷ്യയും വിക്കും അവിടെയുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തുന്ന തിരക്കിലാണ്. എത്രത്തോളം ഭക്ഷണം അവിടെ ബാക്കിയുണ്ട്, അത് വരും ദിവസങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ കൃത്യമായി റേഷൻ ചെയ്ത് നൽകാം എന്നൊക്കെ അവർ വളരെ ഗൗരവത്തോടെ പ്ലാൻ ചെയ്യുന്നു. അവിടെയുള്ള ഓരോരുത്തരുടെയും ജീവൻ ആ ഭക്ഷണത്തെയും വെള്ളത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈ സമയത്താണ് റോസ്മേരി അവിടേക്ക് വരുന്നത്. വളരെ അപ്രതീക്ഷിതമായി അവർ ഈ കണക്കെടുപ്പ് തടസ്സപ്പെടുത്തുന്നു. റോസ്മേരിയുടെ മുഖത്ത് ഒരുതരം പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അവർ പട്രീഷ്യയോട് പറയുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. തനിക്ക് മുമ്പ് ഈ ജോലി ചെയ്തിരുന്ന മുൻഗാമിയായ വ്യക്തി അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയെന്നത്രേ. ഒരിക്കലും ഒരു കാരണവശാലും ഈ ഷെൽട്ടറിനുള്ളിലേക്ക് പോകരുതെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. എന്തിനാണ് പറഞ്ഞത്, ഈ ഷെൽട്ടറിനുള്ളിൽ എന്താണ് ഒളിച്ചിരിക്കുന്നത് എന്നൊന്നും റോസ്മേരിക്ക് അറിയില്ല. പക്ഷേ ആ വാക്കുകൾ അവരിൽ വലിയൊരു ഭയം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ പട്രീഷ്യ ഇത് കേട്ട് ഒട്ടും സന്തോഷിച്ചില്ല. കാരണം ഇത്തരം അടിസ്ഥാനമില്ലാത്ത കിംവദന്തികളും പേടിപ്പെടുത്തുന്ന കഥകളും ഈ സമയത്ത് ആളുകൾക്കിടയിൽ പരക്കുന്നത് വലിയ അപകടം ചെയ്യും. ആൾക്കാർ ഇതിനകം തന്നെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പട്രീഷ്യ വളരെ കർശനമായി തന്നെ റോസ്മേരിയെ വിലക്കുന്നു. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുകയെന്നും ഇപ്പോൾ എല്ലാവരെയും ശാന്തരാക്കി നിർത്തുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും അവൾ ഉറപ്പിച്ച് പറയുന്നു. അതേസമയം ഷെൽട്ടറിനുള്ള ഇൻഫർമറിയിൽ രോഗികളെ നോക്കുന്ന മുറിയിൽ മറ്റൊരു ടെൻഷൻ നടക്കുവാണ്. ഡോക്ടർ മോർഗൻ അവിടെ ഷെല്ലിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെല്ലി പൂർണ്ണ ഗർഭിണിയാണ്. പരിശോധനകളെല്ലാം കഴിഞ്ഞ ശേഷം മോർഗൻ ഷെല്ലിയോടും അവളുടെ പങ്കാളിയായ ബച്ചീറിനോടും ഒന്നും കുഴപ്പമില്ലെന്നും പേടിക്കാനൊന്നുമില്ലെന്നും പറയുന്നു. എന്നാൽ അതൊരു കള്ളമായിരുന്നെന്നും നമ്മൾ അറിയുവാണ്. മോർഗൻ ബച്ചീറിനെ മാത്രം പതിയെ പുറത്തേക്ക് വിളിക്കുന്നു. ഷെല്ലി കേൾക്കാത്ത ദൂരത്തെത്തിയപ്പോൾ മോർഗൻ ആ സത്യം ബച്ചീറിനോട് പറയുകയാണ്. സമയമായിട്ടുണ്ട്, ഷെല്ലി അടുത്ത ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ പ്രസവിക്കും.
ഇത് കേട്ടതും ബഷീറിൻ്റെ തലയ്ക്കടി കിട്ടിയ അവസ്ഥയായി. അയാൾ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തനാകാൻ തുടങ്ങി. കാരണം ബഷീറിന് തൻ്റെ കുഞ്ഞി ശപിക്കപ്പെട്ട ദ്വീപിൽ ജനിക്കുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഈ ദ്വീപിൽ ജനിക്കുന്നവർക്കെല്ലാം ആ ഭയാനകമായ ശാപം കിട്ടുമെന്നും അവർക്കൊരിക്കലും ഈ ദ്വീപ് വിട്ടു പോകാൻ കഴിയില്ലെന്നും വ്യക്തമായി അറിയാം. തൻ്റെ കുഞ്ഞിന് ആ ഗതി വരരുതെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നിൽക്കെ ഇതിനുള്ളിൽ പട്രീഷ്യ ആളുകൾക്ക് തണുപ്പ് മാറ്റാൻ ബ്ലാങ്കറ്റുകൾ വിതരണം ചെയ്യുകയാണ്. അതിലൊരു ബ്ലാങ്കറ്റ് തുറന്നപ്പോൾ അവൾക്ക് അതിനുള്ളിൽ നിന്നൊരു ചെറിയ കുറിപ്പ് ലഭിക്കുന്നു. വളരെ വിചിത്രമായ പേടിപ്പെടുത്തുന്ന സന്ദേശമായിരുന്നു അതിലുണ്ടായിരുന്നത്. നിങ്ങൾക്കിത് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനിതിനകം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഇതൊരു സാധാരണ കുറിപ്പല്ല എന്ന് പട്രീഷ്യയ്ക്ക് മനസ്സിലായി. ആരെയും അറിയിക്കാതെ അവൾ ആ കുറിപ്പ് തൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ശേഷം അവൾ എത്തുന്നത് ടൂറിസ്റ്റുകൾക്കൊപ്പം ഷെൽട്ടറിലുള്ള നാട്ടുകാരിലെ ഒരാളായ റേയുടെ അടുത്തേക്കാണ്. റേയ്ക്ക് അറിയേണ്ടിയിരുന്നത് അവർ എത്ര കാലം ഈ ഇരുണ്ട ഷെൽട്ടറിനുള്ളിൽ ഇങ്ങനെ കഴിയേണ്ടി വരുമെന്നായിരുന്നു. ഈ ചോദ്യം കേട്ടതും ടൗണിലെ പ്രായം ചെന്ന ഒരു നാട്ടുകാരൻ 1962 ഇതുപോലുണ്ടായ ഭയാനകരമായ മറ്റൊരു കൊടുങ്കാറ്റിനെക്കുറിച്ച് സംസാരിക്കുന്നു. അയാളുടെ വാക്കുകൾ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആശ്വാസം നൽകില്ല, മറിച്ച് അവരുടെ ഭയം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. കാരണം അയാൾ പറയുന്നത് വെച്ചിട്ട് അന്നത്തെ കൊടുങ്കാറ്റ് ശമിക്കാൻ 2 ആഴ്ചയോളം എടുത്തു എന്നാണ്. ടൂറിസ്റ്റുകൾ ആശങ്കപ്പെടുന്നത് മനസ്സിലാക്കിയ പട്രീഷ്യ പെട്ടെന്ന് ഇടപെടുന്നു. അവൾ എല്ലാവരോടുമായി ഉച്ചത്തിൽ പറയുന്നു, നമുക്കിവിടെ സുരക്ഷിതമായ ഷെൽട്ടറുണ്ട്, കറണ്ടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവുമുണ്ട്. ഈ കൊടുങ്കാറ്റ് തീരുന്നവരെ നമുക്ക് ഇവിടെ സുരക്ഷിതമായി കഴിയാം. എന്നാൽ ഫുഡ് സപ്ലൈസ് കമ്മിയാണെന്ന സത്യം പട്രീഷ്യയും വെക്കിനും മാത്രമേ അറിയൂ. തുടർന്ന് അവൾ ഡെയിലിൻ്റെ അടുത്തേക്ക് പോയി ആളുകൾ എന്തെങ്കിലും കളികളിലോ മറ്റോ ഏർപ്പെടുത്തി അവരുടെ ശ്രദ്ധ തിരിക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം ഈ കൊടുങ്കാറ്റ് എത്രത്തോളം നീണ്ടു നിൽക്കും എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഈ ബഹളങ്ങൾക്കിടയിലാണ് ബഷീർ പട്രീഷ്യ അന്വേഷിച്ചു വരുന്നത്. അയാൾക്ക് ടോമുമായി സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ഷെല്ലി ഏത് നിമിഷവും പ്രസവിക്കുമെന്നും കുഞ്ഞി ദ്വീപിൽ ജനിച്ചാൽ അത് ശാപത്തിന് ഇരയാകുമെന്നുള്ള തൻ്റെ വലിയ പേടി ടോമിനെ അറിയിക്കുക എന്നായിരുന്നു ലക്ഷ്യം. എന്നാൽ ബഷീർ ഈ ഒരു കാര്യം നേരിട്ട് പട്രീഷ്യയോട് പറഞ്ഞില്ല. പകരം ടോം എവിടെയാണെന്ന് മാത്രം ചോദിച്ചു. ബഷീറിന് കൊടുങ്കാറ്റിനെക്കുറിച്ചുള്ള പേടിയാണെന്ന് തെറ്റിദ്ധരിച്ച പട്രീഷ്യ ടോം എവിടെയാണെന്ന് തനിക്കറിയില്ല എന്ന് നുണ പറയുന്നു. ഷെല്ലിയുടെ പ്രസവ തീയതിക്ക് ഇനിയും ആഴ്ചകൾ ബാക്കിയുണ്ടെന്നാണ് പട്രീഷ്യ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ യഥാർത്ഥ പരിഭ്രാന്തിയുടെ കാരണം മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല. ഷെൽട്ടറിനുള്ളിലെ മറ്റൊരു വശത്ത് PJ, കെല്ലി, ഇവാൻ എന്നിവർ ചേർന്ന് രഹസ്യമായി സ്റ്റഫ് അടിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഷെൽട്ടറിൻ്റെ തറയ്ക്കടിയിലുള്ള ഒരു രഹസ്യ ഇടമായിരുന്നു അത്. ടോം പറഞ്ഞത് വെച്ചിട്ട് ഇവാന് ഷെൽട്ടറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൽ ചെറിയൊരു മടി ഉണ്ടായിരുന്നെങ്കിലും കെല്ലിക്ക് അതിൽ വലിയ താല്പര്യമുള്ളതുകൊണ്ട് അവനും അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അവരൊരു കോണിപ്പടി വഴി താഴേക്ക് ഇറങ്ങി ആ രഹസ്യ ഇടത്തേക്ക് പോകുമ്പോൾ കെന്നി അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് പട്രീഷ്യയുടെ നിർദ്ദേശപ്രകാരം ആളുകളെ രസിപ്പിക്കാൻ ഗെയിമുകൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഡെയിൽ. ഇതിനിടയ്ക്ക് അയാൾ വളരെ വിചിത്രമായൊരു മുറിയിൽ ചെന്ന് വീഴുന്നു. ആ മുറിയിൽ വലിയൊരു ചുവന്ന ബട്ടൺ ഉണ്ടായിരുന്നു. അതിന് മുകളിലായി എല്ലാ ആയുധങ്ങളും പരിശോധിച്ച് ക്ലിയർ ചെയ്യുക എന്നെഴുതിയൊരു ബോർഡും ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ആയുധപ്പുര പോലെ. അവിടെ കുറച്ച് പഴയ ഫിലിം റീലുകൾ ഇരിക്കുന്നവൻ കണ്ടു. ഇതൊക്കെ ആളുകളെ കാണിക്കാനുള്ള പഴയ സിനിമകളാണെന്ന് കരുതി അതിലൊരു റീലെടുത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന പ്രൊജക്ടറിൽ വെച്ച് പ്ലേ ബട്ടൺ അമർത്തി. എന്നാൽ അത് സാധാരണ സിനിമയായിരുന്നില്ല. സ്ക്രീനിൽ വന്ന അവതാരകൻ ആദ്യം തന്നെ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: അങ്ങനെ നിങ്ങളൊരു ബലിതർപ്പണ വസ്തുവായി മാറിയിരിക്കുകയാണ്. ഡെയിൽ തീട്ട് ഞെട്ടിപ്പോയി. ആ അവതാരകൻ തുടർന്ന് പറയുന്നത് കേട്ട് ഡെയിലിൻ്റെ രക്തം മരവിച്ചു. അവിടെ ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടെന്നും ആ കമ്മിറ്റിയാണ് ദ്വീപിന് വേണ്ടി ബലിയർപ്പിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്നുമാണ് അയാൾ പറയുന്നത്. ഈ ആളുകൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തതോ ബാധിതയുള്ളവരോ അല്ലെങ്കിൽ നോട്ടപ്പുള്ളികളോ ആകാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ അവരെ ബലിയർപ്പിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ എന്ത് കുറ്റമാണ് അവർ ചെയ്തതെന്ന് അയാൾ വ്യക്തമാക്കുന്നില്ല. കാരണം ഒരിക്കൽ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതിലൊരു കാര്യവുമില്ല. അവരുടെ മരണം മറ്റനേകം പേർക്ക് ഗുണം ചെയ്യുമെന്നോർത്ത് സമ്മാനിക്കാനാണ് ആ അവതാരകൻ ബലിയർപ്പിക്കുന്നവരോട് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് വിഡോസ് ബേ നിങ്ങളോടെ നന്ദി പറയുന്നു എന്ന ആ വീഡിയോ അവിടെ തീരുകയാണ്. സംഭവം ഇത് സാക്രിഫൈസ് ചെയ്യുന്നതിന് മുന്നേ ആ ആൾക്കിട്ട് കാണിക്കുന്ന ഒരു റീലാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങ് റൂത്തിൻ്റെ വീട്ടിൽ ആ 2 മരുന്നുകുപ്പിയും പോക്കറ്റിലാക്കി തിരികെ അടുക്കളയിലേക്ക് വന്നപ്പോൾ വളരെ സൗകര്യപ്രദമായി റൂത്ത് അവർക്ക് കുടിക്കാൻ ചായ ഉണ്ടാക്കുകയായിരുന്നു. ഇനി ടോമിന് ചെയ്യാനുള്ളത് വളരെ ചെറിയൊരു കാര്യം മാത്രം. ആ മരുന്നുകൾ റൂത്തിൻ്റെ ചായയിൽ കലർത്തുക, എന്നിട്ട് അവർ സമാനമായി മരിക്കുന്നത് നോക്കി നിൽക്കുക. ഔഷധ ചായ തിളയ്ക്കുന്ന സമയത്ത് റൂത്ത് ടോമിന് അവരുടെ വീട് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം മേയർ ആദ്യമായിട്ട് വന്നല്ലേ. റൂത്ത് ആദ്യമായാളെ കൂട്ടിക്കൊണ്ടു പോയത് ഇവാൻ സാധാരണ അവിടെ വരുമ്പോൾ താമസിക്കുന്ന മുറിയിലേക്കാണ്. ആ മുറി ടോം അങ്ങനെ നോക്കുമ്പോൾ കാണാം ജനാലയുടെ താഴെ ഒരു എമർജൻസി കോണിപ്പടി. തീപിടുത്തം പോലെയുള്ള അപകടം ഉണ്ടായ പെട്ടെന്ന് ചാടി രക്ഷയിടാൻ വേണ്ടി ഇവാൻ നിർബന്ധിച്ച് വെപ്പിച്ചതാണെന്ന് റൂത്ത് പറഞ്ഞെങ്കിലും ചെക്കനെ രാത്രി അവരറിയാതെ പുറത്തേടാനാണെന്ന് ടോമിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. തുടർന്ന് റൂത്ത് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ പഴയ ചില ഫോട്ടോസ് ടോമിന് കാണിച്ചു കൊടുത്തു. അവിടെ വെച്ച് അവർ തൻ്റെ ഒരു പഴയ കാമുകനെ കുറിച്ച് സംസാരിക്കുന്നു. വളരെ വിയേഡായൊരു കഥയായിരുന്നു അത്. ആ കാമുകനെ ഒരു മൃഗം കടിക്കുകയും പിന്നീട് അവൻ ആ ഒരു മൃഗമായി മാറുകയും ചെയ്തത്രേ. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ വളരെ നിസ്സാരമായാണ് റൂത്ത് ഈ ഒരു വലിയ കാര്യം പറഞ്ഞത്. എന്നിട്ട് താൻ സെക്രട്ടറിയായി ജോയിൻ ചെയ്ത ടൈമിലെ മേയറായിരുന്ന ഹൊവാർഡ് മൊത്തമുള്ളൊരു ഫോട്ടോ കാണിച്ചു. ഹൊവാർഡ് ദ കവേർഡ് എന്നാണ് അയാളെ വിളിച്ചിരുന്നത്. കാരണം എന്തോ ഒരു അനുഭവമുണ്ടായി പേടിച്ചോടിച്ചോടി എങ്ങോട്ടോ പോയ ഒരു പേടിത്തൊണ്ടനായിരുന്നു ഹൊവാർഡ്. ദ്വീപിൽ എന്തോ ഒരു അമാനുഷികത പേടിപ്പിച്ചു വിട്ടതാണ് അയാളെ. പിന്നെ ഒരു പാസ്റ്റർ റോബർട്ട്സ്,
കൂടാതെ അയാളുടെ സഹായിയായ കന്യാസ്ത്രീയും ഒത്തു നിൽക്കുന്ന ഫോട്ടോയും കാണിച്ചു. നെക്സ്റ്റ് റൂത്തിൻ്റെ മാതാപിതാക്കൾ. പിതാവ് ഉണ്ടാക്കിയെടുത്ത അതേ വീട്ടിലാണ് റൂത്ത് ഇപ്പോഴും താമസിക്കുന്നത്. പെട്ടെന്ന് അവർ വളരെ സങ്കടകരമായൊരു കാര്യം ഓർത്തെടുത്തു. റൂത്തിൻ്റെ അച്ഛൻ മരിച്ചത് വെള്ളത്തിൽ വീണ് മുങ്ങിയാണെന്ന് അവർ വെളിപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ ടോമിന് വല്ലാത്ത സങ്കടം തോന്നി. വിഡോസ് ബേ എന്ന ദ്വീപ് ഇവിടുത്തെ ആളുകൾക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ നൽകിക്കൊണ്ട് അവരെ കൂടുതൽ കരുത്തരാക്കുകയാണെന്നാണ് റൂത്ത് പറയുന്നത്. എന്നാൽ ടോം അതിനോട് യോജിച്ചില്ല. കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടേറിയതാകേണ്ട ആവശ്യമില്ലെന്നും ഈ ദ്വീപിനെ വരും തലമുറകൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു മികച്ച സ്ഥലമാക്കി മാറ്റാനുള്ള ഒരു പരിഹാരം വർഷങ്ങൾക്ക് ശേഷം താൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവൻ പറയുന്നു. ഈ സമയത്ത് ടോമോയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പരോക്ഷമായി സംസാരിക്കാൻ ഒരു ഉദാഹരണം ഉപയോഗിക്കുന്നു. ട്രോളി പ്രോബ്ലം. അതായത് പാളം തെറ്റി വീഴുന്ന ഒരു ട്രെയിൻ. റൂത്തിൻ്റെ കയ്യിലാണ് അതിൻ്റെ ലിവർ. അവിടെ അത് തിരിച്ചാൽ ജീവനോടെ രക്ഷപ്പെടും. എന്നാൽ അത് മറ്റുള്ള കുറേ ആളുകളുടെ മുകളിലൂടെ കയറിപ്പോകും. എന്നാൽ തിരിച്ചില്ലെങ്കിൽ റൂത്ത് മാത്രം മരിക്കും. ബാക്കി കുറേ ജീവൻ അവിടെ തന്നെ നിലനിൽക്കും. ഈ ഒരു സാഹചര്യത്തിൽ അവർ ഏത് ചോയ്സ് എടുക്കും? ഇതായിരുന്നു ടോം ഉദ്ദേശിച്ചത്. തീർച്ചയായും റൂത്ത് ഇതൊരു യഥാർത്ഥ സംഭവം എടുക്കാതെ വെറുമൊരു സാങ്കല്പിക കഥയായിട്ടാണ് കണ്ടത്. താൻ മരിക്കാതിരിക്കാനേ നോക്കുള്ളൂ എന്ന് വിശദീകരിച്ചു. ഇത് ടോമിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. കാരണം റൂത്ത് ധാർമ്മികതയെക്കുറിച്ചും സാങ്കല്പിക ആളുകൾ മരിക്കുന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. എന്നാൽ ടോം ചിന്തിക്കുന്നത് ദ്വീപിലെ യഥാർത്ഥ ആളുകളുടെ ജീവനെക്കുറിച്ചാണ്. പക്ഷേ റൂത്ത് പറയുന്നത് വെറും അസംബന്ധമായിരുന്നില്ല. അവർ വളരെ ആഴമുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. 100 പേരെ രക്ഷിക്കാൻ നിങ്ങൾ ഒരാളെ കൊന്നാലും അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ 100 പേരെ കൊന്നാലും ആ മരണം നിങ്ങളുടെ മനസ്സിൽ എന്നും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഈ ട്രോളി പ്രോബ്ലം എന്നത് നമുക്ക് ഓപ്ഷൻസ് നൽകുന്നുണ്ടെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എല്ലാവരും രക്ഷിക്കാൻ ആ ട്രെയിൻ നിർത്തുക എന്നതാണ് യഥാർത്ഥ പരിഹാരം. എന്നാൽ ആ ട്രെയിൻ നിർത്താൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും മരിച്ചേ തീരും. നമ്മളായിട്ട് അതിലൊരു തീരുമാനമെടുത്താൽ ആ മരണത്തിൻ്റെ പാവം നമ്മുടെ കൈകളിലാകും. റൂത്തിൻ്റെ വാക്കുകളിലൂടെ ടോമിൻ്റെ അവസ്ഥയും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം ടോം ആരെ രക്ഷിക്കാൻ തീരുമാനിച്ചാലും ജീവിതകാലം മുഴുവൻ അവൻ സ്വയം ഒരു കൊലപാതകയായിട്ടാകും കാണുക. റൂത്ത് തൻ്റെ ജീവിതം മുഴുവൻ അനുഭവിച്ച് തീർത്തവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ചിലപ്പോൾ ക്രൂരമായി പെരുമാറുമ്പോൾ അത് അംഗീകരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നവർക്ക് പറയാൻ കഴിയും. എന്നാൽ ടോമിനങ്ങനെയല്ല. തൻ്റെയും ദ്വീപിലെ മറ്റാളുകളുടെയും ഭാവി അവൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൂത്ത് പറയുന്നതിനോട് അവന് യോജിക്കാൻ കഴിയുന്നില്ല. ജീവിതം ഒരേ സമയം ക്രൂരവും മനോഹരവുമാണെന്ന സത്യം ആളുകൾ നിശബ്ദമായി അംഗീകരിക്കണോ അതോ എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഒരു സ്വപ്നലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കണോ എന്നതിനെ ചൊല്ലി അവർക്കിടയിൽ ഒരു ചെറിയ തർക്കം ഉണ്ടാകുന്നു. അതിനിടയിലാണ് ടോം റൂത്തിൻ്റെ സ്ഥാനങ്ങൾക്കിടയിൽ ഒരു സൂചി പതക്കം കാണുന്നത്. അത് സാറയുടേതായിരുന്നു. അവൾ പിന്നീട് ഫ്രാൻസിസിന് സമ്മാനിച്ച അതേ ബ്രൂച്ച്. ഇത് കാലാകാലങ്ങളായി കൈമാറി വരുന്ന ഒരു കുടുംബവസ്തുവാണെന്ന് റൂത്ത് പറയുന്നതോടെ ലോപ്റ്റിസിൻ്റെ മനസ്സിൽ ആ ഒരു കാര്യത്തിൽ വ്യക്തതയും ഉണ്ടാവുകയാണ്. അങ്ങനെ ചായ തെളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അടുക്കളയിലേക്ക് പോയി തൻ്റെ അവസാന പണി ചെയ്തു. അതായത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 കുപ്പിയിലെ മരുന്നും ഒരുമിച്ച് പിടിപ്പിച്ച് ചായയിൽ കലർത്തി. ഇത് കൊണ്ടുപോയി കൊടുക്കുന്നതും റൂത്ത് സന്തോഷത്തോടെ അത് കുടിക്കാനും തുടങ്ങുന്നു. പ്രധാന ഹാളിൽ ആളുകൾക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും വളരെ പഴകിയതും ഉപയോഗശൂന്യമായിരുന്നു എന്നതാണ് പ്രശ്നത്തിൻ്റെ കാരണം. മാസങ്ങളോ വർഷങ്ങളോ ആരും ഇത് പരിശോധിച്ചിരുന്നില്ല എന്ന് വ്യക്തമായിരുന്നു. ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. വിക്കിടപെട്ട് അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചു. കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കേടായിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ ആവശ്യത്തിനുള്ളത് അവിടെ ബാക്കിയുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട് അവിടെയുള്ള പ്രായമായ മനുഷ്യൻ വിക്കിൻ്റെ വാക്കുകളോട് യോജിച്ചെങ്കിലും അയാൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യം കൂടി പറഞ്ഞു. ഭക്ഷണമില്ലാതെ നമുക്ക് കുറച്ചാൾ ജീവിക്കാൻ കഴിയും, പക്ഷേ വെള്ളമില്ലാതെ നമ്മളെല്ലാവരും മരിച്ചു പോകും. ഈ വാക്കുകൾ ആളുകളെ വീണ്ടും ഇളക്കി മറിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ബച്ചീർ ഷെല്ലിയെ നോക്കി അങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെയൊരു ഭയാനക സാഹചര്യത്തിൽ തങ്ങളുടെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിനെക്കുറിച്ച് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു കുട്ടിക്കഥ പോലെ പറഞ്ഞു കൊടുക്കാം എന്ന് ഷെല്ലി തമാശ രൂപത്തിൽ പറഞ്ഞപ്പോൾ അയാൾക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉള്ളിൽ കിടന്നങ്ങനെ എരിയല്ലേ. ബച്ചീർ ഷെല്ലിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളമെടുക്കാൻ വേണ്ടി പുറത്തേക്ക് ചെന്ന് തപ്പിയപ്പോൾ അവിടേക്ക് പെട്രീഷ്യൻ റോസ്മേരിയും എത്തി 2 ടിൻ വെള്ളം നൽകി. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ടോം എന്തുകൊണ്ട് ഷെൽട്ടറിൽ വന്ന് കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് ബച്ചീർ ചോദിച്ചു. പട്രീഷ്യ ചോദ്യം കേട്ടിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ റോസ്മേരി അവിടെ ഒരു കുരുക്കിട്ടു. തന്നെക്കൊണ്ട് വംശാവലി തയ്യാറാക്കിയതെക്കുറിച്ചും അത് കഴിഞ്ഞ് ടോമും പട്രീഷ്യയും വിക്കും തമ്മിൽ തന്നെ കൂട്ടാതെ എന്തോ രഹസ്യ സംഭാഷണം നടന്നതിന് ശേഷമാണ് മേയർ അപ്രത്യക്ഷമായെന്ന് പറഞ്ഞിട്ടും പോയി. ഇത് കേട്ട ബച്ചീറിന് സംശയമായി. പട്രീഷ്യ അടുക്കളയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചപ്പോൾ അവളെ തടഞ്ഞു നിർത്തി. ഇത്തവണ യാതൊരു ഒഴിവുകഴിവുകളും കേൾക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ടോം എവിടെ പോയി എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം ബച്ചീറിന് വേണമായിരുന്നു. ഗത്യന്തരമില്ലാതെ പട്രീഷ്യ ടോമിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു. റൂത്തിനെ കൊന്ന് ദ്വീപിൻ്റെ ശവം അവസാനിപ്പിക്കാൻ ടോം പോയിരിക്കുകയാണെന്ന സത്യം അങ്ങനെ ബച്ചീർ മനസ്സിലാക്കുകയാണ്. ഇത് കേട്ട ഉടൻ തന്നെ അയാൾ നേരെ ഇൻഫോമറിയിലേക്ക് ഓടി. താൻ തിരിച്ചു വരുന്നവരെ ആ മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്ന് ഭദ്രമായി പൂട്ടിയിടാൻ അയാൾ മോർഗനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഷെല്ലിയുടെ യാത്ര പറഞ്ഞ ശേഷം തൻ്റെ കുഞ്ഞ് ജനിക്കും മുന്നേ റൂത്ത് മരിച്ചിരിക്കണം എന്ന നിശ്ചയത്തിൽ അയാൾ ആ ഒരു വലിയ കൊടുങ്കാറ്റിലേക്ക് ഇറങ്ങി തിരിച്ചു. മരുന്ന് കലർത്തിയ ചായ കുടിച്ച റൂത്ത് മിണ്ടാതെ ആൽബവും മറിച്ച് നോക്കി ഒരു തൂങ്ങിയ അവസ്ഥയിലായി തുടങ്ങി. ഇത് കണ്ട ടോം തൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനും തുടങ്ങി. അവൻ സംസാരിക്കുകയാണ്. ലോറൻ മുമ്പ് ഈ ദ്വീപിൻ്റെ ശവത്തെക്കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് കേൾക്കാതിരുന്നതിൽ തനിക്ക് വലിയ കുറ്റബോധമുണ്ടെന്ന് അയാൾ പറയുന്നു.
പക്ഷേ അതിനേക്കാൾ വലിയൊരു സത്യം അയാൾ വെളിപ്പെടുത്തുകയാണ്. ലോറനുമായി ഫെറിയിൽ വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം ഈ ദ്വീപിലെ ശാപം സത്യമാണെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇപ്പോൾ പുറത്തു നിന്നും വിനോദസഞ്ചാരികളെ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നു. തുടക്കത്തിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ടോം തൻ്റെ നാടിന് മേലുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ്. ഒരുപക്ഷേ ശരിയുമായിരിക്കാം. എന്നാൽ അയാൾ പറയുന്ന യഥാർത്ഥ കാരണം അതല്ല. അത് കേട്ടാൽ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. തൻ്റെ മകനായ ഇവാൻ്റെ ജീവിതത്തിലെ വിരസത മാറ്റാനാണ് അയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തത്. നിനക്ക് ലോകം കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ലോകത്തെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നതായിരുന്നു ഒരച്ഛനെന്ന നിലയിൽ അയാളുടെ ചിന്ത. ശരിക്കും പറഞ്ഞാൽ വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യമാണത്. പക്ഷേ ആ അച്ഛൻ്റെ സ്നേഹം കാരണം ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത് നിരപരാധികളായ ഒട്ടേറെ വിനോദസഞ്ചാരികളുടെ ജീവനാണ്. ഇതൊക്കെ പറഞ്ഞ അയാൾ കരഞ്ഞങ്ങനെ നോക്കുമ്പോൾ റൂത്ത് അവിടെ നിശബ്ദയായിരിക്കുന്നു. അനക്കമില്ല. മനസ്സിൽ നീറ്റലോടെ ആണേലും ദ്വീപിനു വേണ്ടി ആ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. മാപ്പ് ചോദിക്കുന്ന പോലെ അവരുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് തൊട്ടുപിടിക്കുന്ന വൈകാരിക നിമിഷം. ചേടാ, ഇവർ മരിച്ചില്ലേ? ഒന്ന് മയങ്ങിപ്പോയെന്ന് പറഞ്ഞ് റൂത്ത് പെട്ടെന്ന് കണ്ണു തുറന്നതും അവിടെ ആണ്ടിപ്പെട്ടി അല്ല ആൻറ്റിയായ ബെറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതോടെ ലോബ്സ്റ്റീസ് ഉണ്ടാക്കിയെടുത്ത ധൈര്യം വീണ്ടും ചോർന്നു. ഇതിനിടയിൽ ഷെൽട്ടറിലെ കാര്യങ്ങൾ എന്തായെന്നറിയാൻ ടോം അവിടെയുള്ള ഇവാൻ്റെ മുറിയിലേക്ക് പോയി പട്രീഷ്യയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്നും വലിയ നിലവിളികളും ബഹളങ്ങളും മാത്രമാണ് അവന് കേൾക്കാൻ കഴിഞ്ഞത്. അവിടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഷെൽട്ടറിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ബഹളം വയ്ക്കുന്ന ആളുകളെ ശാന്തരാക്കാൻ പട്രീഷ്യയും വിക്കും വല്ലാതെ പാടുപെടുകയായിരുന്നു. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ റേഡിയോയിൽ വെറുതെ ഒന്ന് തോണ്ടിയപ്പോൾ അറിയാതെ ഷെൽട്ടറിലെ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഓണായി. അതിൽ നിന്നും വന്നൊരു സന്ദേശം അവിടെയുള്ള എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. സമയം എത്തിയിരിക്കുന്നു, മുന്നോട്ട് നീങ്ങുക, നിങ്ങളുടെ ഫെസിലിറ്റേറ്റർ പറയുന്നത് കേൾക്കുക, ദയവായി യാചിക്കാതിരിക്കുക. ഈ സന്ദേശം കേട്ട ആളുകൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഡെയിൽ ആ ഒരു മുറിയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആ പഴയ വീഡിയോയുമായി ഇതിനെ ചേർത്ത് വെച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. ആ വീഡിയോയിലെ അവതാരകൻ ദ്വീപിൻ്റെ ഒരു പ്രത്യേക കരാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റിച്ചാർഡും ആ ദ്വീപും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ. അതനുസരിച്ച് ദ്വീപിൻ്റെ വിശപ്പ് മാറ്റാനായി മനുഷ്യരെ ബലിയർപ്പിക്കേണ്ടതുണ്ട്. ദ്വീപിന് എപ്പോഴൊക്കെ വിശക്കുന്നുവോ അപ്പോഴൊക്കെ ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതിൻ്റെ അമാനുഷിക ശക്തികൾ ഉപയോഗിച്ച് അത് പള്ളിയിലെ മണി മുഴക്കും. ഓരോ തവണ മണി മുഴങ്ങുമ്പോഴും ഓരോ ജീവൻ വേണം എന്നാണ് അതിനർത്ഥം. ഉദാഹരണത്തിന് 9 തവണയാണ് മണി മുഴങ്ങുന്നതെങ്കിൽ മേയറും കമ്മിറ്റിയും ചേർന്ന് 9 പേരെ തിരഞ്ഞെടുത്ത് ദ്വീപിന് ബലിയർപ്പിക്കണം. ഏറ്റവും ഭയാനകമായ കാര്യം എന്തെന്നാൽ ഈ ദ്വീപിന് തനിക്ക് കിട്ടുന്ന ഇര അല്പം ഭയന്നിരിക്കുന്നതാണ് ഇഷ്ടം. കാരണം ഭയം ആ ഇരയുടെ സാധു കൂട്ടുമത്രേ. ഓഹോ, ഇനി എങ്ങാനും ഇവിടുത്തെ പിശാച് പെന്നി വയസ്സ് എങ്ങാനും ആണോ? എന്തായാലും കുറേ പേരുടെ തലയും മൂടിക്കെട്ടി കൊണ്ടുപോകുന്ന ഭീകര ദൃശ്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഡെയിൽ സമനില മൊത്തത്തിൽ തെറ്റിയ അവസ്ഥയിലാകുന്നു. പട്രീഷ്യ ജനങ്ങളെ ഒന്ന് അമൈതിയാക്കാൻ നോക്കിയപ്പോഴേ കറണ്ട് പോയി വീടിന് ഭയപ്പാട്. ടോർച്ച് ഉണക്കി അവളെല്ലാവരോടുമായി നമ്മൾ ഒരുമിച്ച് പരസ്പരം സഹായിച്ച് ഈ അവസ്ഥകളെ തരണം ചെയ്യും എന്നൊന്ന് ട്രാക്കിലാക്കി വരുന്നതും ഡെയിൽ ആ റൂമിൽ നിന്ന് ഓടി വന്നിട്ട് പറയുന്നതോ, ഇതൊക്കെ ഒരു മരണക്കിണിയാണ്, ആരും പേടിക്കണ്ട, ഓടിക്കോ. പിന്നെ പറയണോ, എല്ലാ എണ്ണവും പരിഭ്രാന്തരായി അലറിക്കൊണ്ട് പായുന്നു. ഈ ശബ്ദമാണ് ലോബ്സ്റ്റീസ് റൂത്തിൻ്റെ വീട്ടിൽ നിൽക്കെ കേൾക്കുന്നത്. ഇനി എന്തായാലും മരുന്ന് പ്രവർത്തിക്കുന്നവരെ കാത്തിരിക്കാൻ സമയമില്ല. റൂത്തിനെ പെട്ടെന്ന് തന്നെ കൊല്ലണം എന്നവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു തലയണിയും എടുത്ത് അവരെ ശ്വാസം മുടിച്ച് കൊല്ലാനായി താഴേക്ക് വരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ടോമിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു വെളിപാടാണ്. അയാളടുത്തേക്ക് വന്നപ്പോൾ റൂത്ത് വീണ്ടും എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. വിവാഹിതനായ ഒരു പുരുഷനുമായി തനിക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും അതിൽ താൻ ഗർഭിണിയായതിനെക്കുറിച്ചും. ഇത് കേട്ട് ടോമിൻ്റെ പോകാൻ മാറി. റൂത്തിൻ്റെ റൂട്ട് പോകുന്നത് പന്തിയല്ലെന്ന് ബോധ്യമായി. ഒടുവിൽ ലോകമറിയാതെ റൂത്ത് ആ കുഞ്ഞിന് ജന്മവും നൽകി. എന്നിട്ടത് ആരുമറിയാതെ ആൾക്ക് തന്നെ നൽകി അവരുടെ കുടുംബത്തിൽ വളർന്നു. അത് ദൂരെ നിന്ന് കണ്ട് റൂത്ത് സന്തോഷിച്ചു. ആരാത് എന്ന് തരിച്ചു നിൽക്കുന്ന ടോമിൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വാചകമാണ് പിന്നീട് അവർ പറഞ്ഞത്. അവൾ വളരുന്നത് കണ്ട് സന്തോഷിച്ച പോലെ തന്നെ സന്തോഷിച്ചു തൻ്റെ മകൾ ടോം ലോബ്സ്റ്റീസുമായി പ്രണയത്തിലായപ്പോഴും. ഓ മൈ റൂത്ത്, അവിടെ രഹസ്യമായി ജനിച്ച കുഞ്ഞ് ലോറനായിരുന്നു എന്നിവിടെ വെളിപ്പെടുത്തുകയാണ്. അതിനർത്ഥം ഇവാൻ അവരുടെ കൊച്ചുമകനാണ്. ഫ്രിഡ്ജിന് മേലുള്ള ഫോട്ടോ മുതൽ ഇടയ്ക്കിടെ ഇവാനെ തൻ്റെ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അതോടെ ടോമിന് വ്യക്തമാകുന്നു. പക്ഷേ ഇതിലേറ്റവും വലിയ പ്രശ്നം അതായിരുന്നില്ല. റൂത്തല്ല റിച്ചാർഡിൻ്റെ വംശാവലിയിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ വ്യക്തി, മറിച്ചത് ഇവാനാണ്. 7ാമത്തെ എപ്പിസോഡിൽ തന്നെ നമുക്കിത് ഏതാണ്ട് ഉറപ്പായ കാര്യമായിരുന്നു. ഇത് കേട്ട് ദേഷ്യവും സങ്കടവും കൊണ്ട് സമനില തെറ്റിയ ടോം ഈ സത്യം വേറെ ആർക്കൊക്കെ അറിയാമെന്ന് റൂത്തിനോട് ചോദിച്ചു. ഇത്രയും കാലം മൂടി വെച്ചിരുന്ന ആ ഒരു സത്യം തനിക്കും ഇപ്പോൾ അയാൾക്കുമല്ലാതെ ലോകത്ത് മറ്റാർക്കും അറിയില്ല എന്ന് പാവം റൂത്ത് അവന് ഉറപ്പ് നൽകി. ലോബ്സ്റ്റീസ് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. തൻ്റെ ലോകമായ മകനെ ഇനി പുറം ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സത്യം അയാൾ മനസ്സിലാക്കി തകർന്നുപോയി. ഇന്നേരം ഇതേ ഇവാനാകട്ടെ താൻ ആരാണെന്ന ഈ ഒരു സത്യം അറിയാതെ ടണലിലൂടെ നടക്കുകയാണ്. PJ ഓരോ വളവും കഴിഞ്ഞ് നടന്നങ്ങനെ പോകുന്നതിന് പിറകെ
അവർ മൂവരും അങ്ങനെ എത്തിച്ചേരുന്നത് ഒരു മുറിയിലേക്ക്. അവിടെ ഒരു ഇലക്ട്രിക് ചെയറും വലിയൊരു നിലവറ വാതിലും ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ കണ്ടതും പിന്നീട് സാറ ചോരക്കരയുടെ കണ്ടതുമായ സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു മുറി. അവരാ നിലവറ വാതിൽ പിടിച്ചും വലിച്ചും മറ്റും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെന്നി അവിടേക്ക് വരുന്നു. അവിടെ നിന്നും വേഗം മുകളിലേക്ക് പോകാൻ കെന്നി അവിടെ ദേഷ്യപ്പെടുകയാണ്. കുട്ടികളാൽ പറഞ്ഞു കേട്ട് മുകളിലേക്ക് പോകാൻ തിരിഞ്ഞു. അവരാ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ കെന്നി ഉള്ളിൽ നിൽക്കെ തന്നെ PJ ആ വാതിൽ പുറത്തു നിന്നും വലിച്ചടച്ചു. കെന്നി വാതിൽ തട്ടി തന്നെ പുറത്തിറക്കാൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ PJ അഹങ്കാരം കാട്ടി ഓടിപ്പോവുകയാണ്. പിന്നാലെ കെല്ലിയും. ഇവാൻ ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതെങ്ങനെയോ ലോക്കായിരിക്കുന്നു. എന്തോ തകരാറ് സംഭവിച്ചെന്ന് കരുതി നിൽക്കെ പെട്ടെന്നുള്ളിൽ നിന്നും കെന്നിയുടെ ശബ്ദം മാറി. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ അവൻ കരഞ്ഞലറി. അതിനു പിന്നാലെ ഒരു ഭീകര മുരൾച്ചയും വന്നോടെ പെട്ടെന്ന് അലർച്ച നിന്നു. അവിടെ ആകെ വലിയൊരു നിശബ്ദത പടർന്നു. പിന്നെ സംഭവിച്ചത് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. ആ വാതിൽ തനിയെ തുറന്നു. ഇവാൻ പതുക്കെ അകത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് കെന്നി അവിടെ എങ്ങുമില്ല എന്നതാണ്. ആ നിലവറയുടെ വാതിൽ പകുതി തുറന്നിരിക്കുന്നു. എന്തോ വലുത് നടന്നിരിക്കുകയാണ് അവിടെ. ഒരുപക്ഷെ ആ നിലവറ വാതിൽ ദ്വീപിൻ്റെ വായാകാം. അതിനുള്ളിലായി തീർച്ചയായും എന്തോ വലിയ പൈശാചികതയുണ്ട്. ഈ രഹസ്യം എന്താണെന്ന് കണ്ടെത്താനോ അന്വേഷിക്കാനോ നിൽക്കാതെ ഭയന്നുറച്ച് ഇവാൻ അവിടെ നിന്ന് മോടി ഷെൽട്ടറിന് പുറത്തേക്ക് കടന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് റൂത്തിൻ്റെ വീട്ടിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. റൂത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഞെട്ടൽ നിൽക്കുന്ന ടോം പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു. താൻ കൊടുത്ത മരുന്ന് കാരണം റൂത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞ അവൻ ഉടൻ തന്നെ റൂത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനിച്ചു. അവരെ എടുത്ത് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ചു. പിടിച്ച് പൊക്കി നിർത്തിയപ്പോൾ ആദ്യമായി തൻ്റെ മരുമകനായി കെട്ടിപ്പിടിച്ച ടോമിനെ അവരും പുണർന്നു. എന്നാൽ വളരെ വൈകാരികമായ ഒരു നിമിഷം പെട്ടെന്ന് തകർന്നടിഞ്ഞു. കാരണം റൂത്തിൻ്റെ വീടിൻ്റെ വാതിൽ തകർത്ത് ബച്ചീർ അവിടേക്ക് കടന്നു വന്ന് കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് റൂത്തിന് നേരെ വെടിയുതിർത്തു. അവർ തന്നെയാണ് റിച്ചാർഡിൻ്റെ വംശത്തിലെ അവസാനത്തെ കണ്ണിയെന്നും എത്രയും പെട്ടെന്ന് അവരെ കൊന്നാൽ ഈ ദ്വീപിലെ ശാപം എന്നേക്കുമായി അവസാനിക്കുമെന്നും അയാൾ വിശ്വസിച്ചിരുന്നു. റൂത്ത് വെടിയേറ്റ് താഴെ വീണപ്പോൾ തൻ്റെ കുഞ്ഞിനെ ഈ ദ്വീപിൻ്റെ ശാപത്തിൽ നിന്നും താൻ രക്ഷിച്ചു എന്ന് ബച്ചീർ ആശ്വസിച്ചു. എന്നാൽ അവൻ്റെ ആ സന്തോഷത്തിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൂത്തിനെ വെടിവെച്ച ആ ഒരു ഷോക്കിൽ ടോം സമനില തെറ്റി അവരല്ല അവസാനത്തെ കണ്ണിയെന്ന് ആക്രോശിച്ചു. ബച്ചീറിന് വീണ്ടും ടെൻഷനായി. ടോമിന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിലായതോടെ അയാൾ തൻ്റെ തോക്ക് ടോമിന് ധരിച്ചുകൊണ്ടി ആ യഥാർത്ഥ വ്യക്തി ആരാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ചിന്തയിൽ വാറാൻ വംശാവലിയിലെ അവസാനത്തെ വ്യക്തി ആരാണെന്ന് തനിക്കറിയില്ല എന്ന് ടോം വളരെ വിദഗ്ധമായി അഭിനയിച്ചു. എന്നാൽ ബച്ചീർ അത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അങ്ങനെ അവിടെ വലിയൊരു വാഗ്വാദം നടക്കുന്നതിനിടയിൽ പുറത്ത് കൊടുങ്കാറ്റ് പെട്ടെന്ന് ശാന്തമായി. കാറ്റും മഴയും എല്ലാം നിന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ടോമും ബച്ചീറും അത്ഭുതപ്പെട്ടു. എന്നാൽ നമുക്കറിയാം അതെന്തുകൊണ്ടാണെന്ന്. ഷെൽട്ടറിലെ ടണൽ വെച്ച് ആ ദ്വീപ് കെന്നിയെ വിഴുങ്ങിയല്ലോ. അതിനൊരു ഇരയെ കിട്ടിയതുകൊണ്ടാണ് ആ കൊടുങ്കാറ്റിപ്പോൾ അടങ്ങിയത്. പെട്ടെന്നാണ് ടോം ശ്രദ്ധിക്കുന്നത് റൂത്ത് മരിച്ചിട്ടില്ല. ബച്ചീർ വെടിവെച്ച് ലക്ഷ്യം തെറ്റി അവരുടെ തലയിലോ ചെവിയിലോ ഒരസ്യം മാത്രമാണ് പോയിരിക്കുന്നത്. ബച്ചീറിൻ്റെ ലക്ഷ്യം തെറ്റി എന്തായാലും ഒരു തരത്തിൽ നന്നായി. തുടർന്ന് ബച്ചീറിൻ്റെ കൂടി സഹായത്തോടെ ടോം റൂത്തിനെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ഇന്നേരം ഷെൽട്ടറിലും വൈദ്യുതി തിരികെ വന്ന് എല്ലാവരും ആശ്വാസത്തോടെ നിൽക്കെ പുറത്തെ അന്തരീക്ഷം ശാന്തമായതോടെ പട്രീഷ്യയും മിക്കും പരസ്പരം പറയുന്നു ടോം ആ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ നിർണായകമായ ഒരു രാത്രി അവിടെ കഴിയുമ്പോൾ ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പിറ്റേ ദിവസം നമ്മൾ ദ്വീപിനെ കാണുമ്പോൾ ആ ടൊർണാഡോ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അവിടെ വ്യക്തമായി ദൃശ്യമാകും. ടോമും ഇവാനും കൂടി കടൽ തീരത്തേക്ക് വരുന്നു. ടോം റൂത്തിൻ്റെ വീട്ടിൽ നിന്നും എടുത്തിരുന്ന തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രാൻസിസിൻ്റെ ആ ഒരു ബ്രൂച്ച് ദൂരേക്ക് സമുദ്രത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അയാളുടെ മനസ്സിൽ അപ്പോഴും വേദനയാണ്. ഇവാൻ്റെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൈപ്പേറിയ സത്യം ഓർത്തിട്ട് ദ്വീപിൻ്റെ ശവം അറിയില്ലെന്ന് അയാൾക്ക് ഉറപ്പാണ്. അങ്ങനെ ലോഫ്റ്റീസ് തിരികെ കാറിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് പള്ളിയിലെ മണി മുഴുകാൻ തുടങ്ങുന്നു. എട്ട് തവണ ആ മണി മുഴങ്ങി. രണ്ടാമത്തെ എപ്പിസോഡിൽ ആ മണി 9 തവണ മുഴങ്ങിയിരുന്നു. ഇപ്പോൾ കെന്നിയെ ബലിയർപ്പിച്ചതുകൊണ്ട് ആ എണ്ണം 1 കുറഞ്ഞിരിക്കുകയാണ്. ഇതിനർത്ഥം ദ്വീപിനി പൂർണ്ണമായി ശാന്തമാകാൻ 8 ജീവനുകൾ കൂടി വേണമെന്നതാണ്. 8 ജീവനുകൾ. അതോടൊപ്പം ഇവാനെ ബലിയർപ്പിച്ചാൽ രക്ഷിക്കാൻ കഴിയുന്ന മറ്റനേകം ജീവനുകളും. ടോമിന് ഈ സത്യവുമെല്ലാം ഇപ്പോൾ നന്നായി അറിയാം. ഇവാൻ തൻ്റെ യഥാർത്ഥ വംശാവലിയെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതനാണെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകൾ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷേ ഇപ്പോൾ അവർ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. ഒരു വലിയ ഭാരം മനസ്സിലിട്ട് ടോം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സീസണും. നോളജ് കംസ് അറ്റ് എ കോസ്റ്റ്. ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ എന്താണെന്നറിയാൻ നമ്മൾ സീസൺ 2 വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന പോലെ. എന്തായാലും വരാതിരിക്കുന്നത് ഇതിലും വലിയ വെളിപ്പെടുത്തലുകളും ദുരന്തങ്ങളുമാണെന്ന് ഉറപ്പാണ്. വിഡോസ് ബേയുടെ ചില ഡീറ്റെയിലുകൾ വെച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ മൈൻഡിലുണ്ട്. വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഈ ഒരു പുത്തൻ അനുഭവം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പങ്കുവയ്ക്കാൻ മറക്കണ്ട.
അപ്പോൾ വീഡിയോസ് ബിയുമായി വീണ്ടും എത്താൻ ധാരാളം സമയം എടുക്കും. തീർച്ചയായും പട്രീഷ്യ മിസ് ചെയ്യുമെന്ന് ഉറപ്പ്. അപ്പോൾ അതിനെല്ലാം സമാശ്വാസത്തിനായി നമുക്ക് വേറെ വഴി തടയുമെന്നുള്ള പ്രതീക്ഷയിൽ സീ യു ലവ്ലീസ്. ബൈ ആൻഡ് ഹാവ് എ ഗുഡ് പട്രീഷ്യ നൈറ്റ്.